എൻ്റെ പേര് ആദിത്യനാണ്. എൻ്റെ സ്ഥലം വള്ളികുന്നം കൊച്ചു പ്രദേശത്താണ് താമസിക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഞാൻ ഇതുപോലെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ. ഏകദേശം ഒരു 6 മന്ത് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കി ജോബൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ പറ്റിയില്ല. സെറ്റായിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു തന്നെ മൊബൈൽ ഫീൽഡിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് സുധി എന്ന് പറയുന്നത് കൂട്ടാനാണ്. ഓൾറെഡി അവനിങ്ങനെ മൊബൈൽ കാലം സെറ്റാക്കി വന്നിട്ടുണ്ട്. അങ്ങനെ പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവൻ തന്നെ പഠിച്ചിറങ്ങിയതാണ് സജസ്റ്റ് ചെയ്തു. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ അഭിപ്രായം വരെ ഞാനിങ്ങനെ മലേഷ്യ സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. ഞാൻ പഠിച്ചതെന്നും കണ്ടതെന്നും ഏറ്റവും വ്യത്യാസമായിട്ടുള്ള ഒരു മേഖലയായിരുന്നു ഇലക്ട്രോണിക്സിൻ്റെ മേഖല അല്ലെങ്കിൽ മൊബൈലിൻ്റെ മേഖല എന്ന് പറയുന്നത്. സിമ്പിൾ എന്ന് പറയാമല്ലോ. കാരണം നമുക്ക് ഓരോ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാ എക്യുപ്മെൻസും കാര്യങ്ങളും എല്ലാ ചിപ്പിലെ ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു ഷോറൂമുണ്ട് അവിടെ തന്നെ ഇട്ടത്. +2 കഴിഞ്ഞിട്ട് നമുക്കൊരു പെട്ടെന്ന് ജോലിയൊക്കെ വേണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മൊബൈൽ മേഖല ഏറ്റവും അടിപൊളി മേഖലയാണ്. കാരണം നമുക്ക് പെട്ടെന്ന് പഠിക്കാനും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുന്നത്. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ആദ്യ പടി അല്ലെങ്കിൽ നമുക്ക് പഠിക്കണം തോന്നുന്ന ഉറപ്പാട് ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുകയാണെങ്കിൽ മലേഷ്യ സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗ് ഉറപ്പാടെന്ന് പറയാം.